ചരിത്രപരമായ ഒരു മീറ്റിംഗിൽ ദൈവവചനത്തിൽ നിന്ന് ചില താല്പര്യങ്ങൾ പങ്കുവെക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. സാധാരണ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഇപ്രകാരമുള്ള തീമുകൾ ചർച്ചാ വിഷയമുള്ള ആളുകൾ വളരെ കുറച്ചേ വരാറുള്ളൂ. എന്നാൽ ഇന്നതിന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എനിക്ക് പ്രകാരം ഒരവസരം തന്ന പരിസ്ഥിതി കമ്മീഷനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇത്ര പ്രൗഢമായ ഒരു പരിസ്ഥിതി സംബന്ധിയായ മീറ്റിംഗിൽ ഞാൻ ആദ്യമായിട്ടാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ ജോലി വേദപഠനമാണ്. അതുകൊണ്ട് അതിൽ മാത്രം കേന്ദ്രീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. കാർബൺ ഫുട് പ്രിന്റ്സിനെ പറ്റി പറയുവാൻ കൂടുതൽ കഴിവുള്ള ആളുകൾ, പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രബോസ് പോലുള്ള ആളുകളുണ്ടല്ലോ. അവർ കാർബൺ പാദമുദ്രയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് പ്രസക്തമെന്ന് തോന്നിയ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഈ സമയം ഉപയോഗിക്കാൻ കൃത്യമായി ഞാൻ ശ്രമിക്കുന്നതാണ്. പരിസ്ഥിതി വേദപഠനവും വേദപുസ്തകവും തമ്മിലുള്ള ധാരാളം പഠനങ്ങൾ പലയിടത്ത് നടന്നിട്ടുണ്ട്. ഇത്രയും ഗഹനമായ ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഈ ലിൻ വൈറ്റ് എന്ന് പറയുന്ന ആളിന്റെ 1967 ഉണ്ടായ എസ്സേ വിന്യാസവുമായി ബന്ധപ്പെട്ട ദീർഘമായ ചർച്ചകൾ ഉണ്ടാവുകയും പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസം, യഹൂദ മതം, ഇസ്ലാം മതമാതിയായ സെമിറ്റിക് മതങ്ങൾ പരിസ്ഥിതിയെ അവഗണിക്കുന്നവരാണെന്നും പരിസ്ഥിതിയുടെ ഇന്നത്തെ നാശത്തിന് കാരണം ഈ മതങ്ങളുടെ ദൈവശാസ്ത്രപരവും വേദപുസ്തകപരമായ ന്യായീകരണങ്ങളാണെന്നും ഉള്ള ശക്തമായ വിമർശനം ഇങ്ങനെയുള്ള സെമിറ്റിക് അല്ലെങ്കിൽ ഹിന്ദുവിതര മതങ്ങളെ പറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെ പേർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അവകാശവാദങ്ങളോടുകൂടി സമീപിക്കാതെ ആത്മവിമർശനത്തോടുകൂടി സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം. കൃത്യമായ ഏകാദൈവ വിശ്വാസം, കൃത്യമായി എഴുതപ്പെട്ട വേദ പുസ്തകങ്ങൾ എന്നിവ സൂക്ഷിക്കുന്ന മതങ്ങളാണ് ഇവിടെ വിമർശന വിധേയമായിട്ടുള്ളത്. ഈ മതങ്ങൾ പ്രകാരം വിമർശന വിധേയമായപ്പോൾ ഞങ്ങളുടെ മതം പൂർണ്ണമായി ശരിയാണ്, ഞങ്ങളിലെല്ലാം ഉണ്ട്, ഞങ്ങളുടെ വേദങ്ങൾ തീർച്ചയായും സോളാ സ്ക്രിപ്ചർ അത് മാത്രം വിശ്വസിച്ചാൽ മതി എന്നുള്ള അവകാശവാദങ്ങൾക്ക് അപ്പുറമായി എല്ലാ കാലങ്ങളിലും നമ്മുടെ മനോഭാവങ്ങളിലും ജീവിത രീതികളിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടായ അപജയങ്ങളെ ആത്മവിമർശനത്തോടുകൂടി കണ്ട് വിലയിരുത്തണം എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അല്ലാത്തതൊക്കെ ഹിഡൻ അജണ്ടകളുടെ ഒരു പൂർത്തീകരണമായി മാറും. ഞങ്ങളുടെ മതമാണ് നല്ലത്, ഞങ്ങളുടെ മതം വളരെയധികം പരിസ്ഥിതിയെ നന്നായി നോക്കുന്ന മതമാണ്, പരിഗണിക്കുന്ന മതമാണ് എന്നുള്ളതൊക്കെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമാകുന്ന അവകാശവാദങ്ങളാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സമീപന രീതികളിലും മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളിലും ജീവിത ശൈലിയിൽ അപജയങ്ങൾ ഉണ്ടാവുകയും കുറെയൊക്കെ അവയെ ഞങ്ങൾ മതവേദ താല്പര്യങ്ങളിലേക്ക് ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാപ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതലുണ്ടാകുകയും ഒരു സോഷ്യൽ മെറ്റനോയിയ, ഒരു സാമൂഹ്യമായ ഒരു രൂപാന്തരവും അനുതാപവുമാണ് ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ഒരു പടിയുടെ മുന്നോട്ട് പോയി തിരിച്ചറിയുകയും ചെയ്യണം എന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു സോഷ്യൽ മെറ്റനോയിയ എന്നുള്ള വാക്ക് അതുകൊണ്ടാണ് ഉപയോഗിച്ചത്. ഒരു സാമൂഹ്യമായ ഒരു അനുതാപം, ഒരു കുംഭസാരത്തിന്റെ സമയമാണ് ഇത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ ഇന്ന് വേറെ പഠനത്തിന് ആധാരമായിട്ട് എടുക്കുന്ന യോനായുടെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പ്രവാചകനായ യോനയുടെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വേദപുസ്തകത്തിന്റെ ഒരു ടെക്സ്റ്റുവൽ അനാലിസിസിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. മറിച്ച് എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം ഇതിൽ പ്രസക്തമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചു എന്ന് മാത്രം. യോനായുടെ പുസ്തകം
യോനാ പ്രവാചകന്റെ പുസ്തകം 4-5 മുതൽ. അനന്തരം യോന നഗരം വിട്ടിച്ചെന്ന നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുമ്പോൾ അതിന് കീഴെ തണലിൽ പാർന്നു. യോനായ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണത്തെ കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു തൂങ്ങി. യോന ആവണ നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റന്നാൾ ഉയർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കിയ ആവണത്തെ കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണവും ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു. ദൈവം യോനായോട്, നീ ആവണത്തെ നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിനാൽ ഞാൻ മരണവരെയും കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണത്തിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുണ്ട്. എന്നാൽ വലക്കൈയും ഇടങ്കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞും കൂടാത്ത 1,20,000 ചിൽവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനേവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുത് എന്ന് ചോദിച്ചു. ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ മലയാളത്തിലെ ഒരു കവിയായ ഇടശ്ശേരി എന്ന് പറഞ്ഞ കവിയുടെ ഒരു കവിത ഉദ്ധരിച്ചിട്ടുണ്ട്. ആ കവിതയിൽ കവി ഇപ്രകാരമാണ് പറയുന്നത്. ഒരു പിതാവ് തന്റെ ചെറിയ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുകയാണ്. പിതാവ് മകനോട് പറയുകയാണ്, നീ പോയി ഇത്തിരി പഠിച്ചു വരുമ്പോഴേക്കും നിനക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കവിതയാണ്. എങ്കിലും നീ പോയി പഠിച്ചു വരുമ്പോഴത്തേന് നിനക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നീ പോയി പഠിച്ചു വരുമ്പോഴത്തേന് നീ പലതും മറക്കും. കിളിയെയും പൂക്കളെയും പുൽച്ചാടിയെയും നീ മറക്കും. അതിന്റെ കാരണം നീ പുതുതായി പഠിച്ച പാഠങ്ങളുടെ പെരുപ്പത്തിനിടയിൽ നിന്റെ നന്മകൾ പലതും പാഴായി പോകും. പുതിയ പാഠങ്ങളും പഠിപ്പീടുകളിൽ നിന്നിലുള്ള പുൽച്ചാടിയെയും പൂവിനെയും ഇല്ലാതാക്കും എന്നാണ് അപ്പൻ മകനോട് പറയുന്നത്. പ്രകൃതിയുടെ പാഠങ്ങൾ നീ മറക്കും. കാറ്റിന്റെ ചൂളമൊഴി നീ മറക്കും. നിലാവിന്റെ തലോടൽ നീ മറക്കും. കടലിന്റെ സംഗീതം നീ മറക്കും. മലനിരകളിലെ മൗനം നീ മറക്കും. പുൽപ്പരപ്പുകളുടെ പ്രശാന്തതയിൽ നീ മറന്നു. പ്രകൃതിയുടെ പാഠങ്ങൾ അനന്തമാണെന്നുള്ളത് നീ മറന്നിട്ട് പ്രകൃതിയുടെ പാഠങ്ങൾ നിന്റെ നിയന്ത്രണത്തിലാണെന്ന് നീ പഠിക്കാനായിട്ട് തുടങ്ങി. കാറ്റും കടലും കിളികളും പൂക്കളും ഒക്കെ മനുഷ്യവംശത്തോട് പലതും പറയുന്നുണ്ട്. എന്നാൽ ഔപചാരികമായി നാം പഠിക്കുന്ന പാഠങ്ങൾ അവയെ പതിയെ വിസ്മൃതിയിലാക്കും എന്നാണ് കവി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വസ്തുലോകം നമ്മെ വിഴുങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. The world is too much with us. പലതും നമ്മളിൽ വന്ന് നിറയുമ്പോൾ ജീവിതത്തിന്റെ അടിസ്ഥാന പാഠങ്ങളെല്ലാം വിസ്മൃതമായിരിക്കും. അപ്പോൾ അത് കവി പ്രകാരം പറയുകയാണ്, ഒരൊറ്റ മൊഴിയും ഒരൊറ്റ വഴിയും ബാക്കിയാവും. ആ ഒരൊറ്റ മൊഴി എന്ന് പറയുന്നത് ഉപയോഗ്യതയുടെ വഴിയാണ്, ഉപഭോഗത്തിന്റെ വഴിയാണ്. അത് മാത്രം നമുക്ക് ബാക്കിയാകും. അപ്പോൾ ഈ പ്രകൃതി പഠിപ്പിച്ച മൊഴികളും വഴികളും എല്ലാം നീ വിസ്മരിക്കും. പിന്നെ ഉപഭോഗത്തിന്റെ വഴിയും ഉപയോഗ്യതയുടെ വഴിയുമാണ് ബാക്കിയാകുന്നത്. അങ്ങനെ പുതിയ പാഠങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും അവർക്ക് പിന്നിൽ വന്ന നമ്മളെയും എല്ലാം നെടുക പിളർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരുടെ പ്രശ്നത്തിൽ വലിയ പിളർപ്പുകളും അതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിയും. ഓരോ മനുഷ്യനും ഒരു മനുഷ്യൻ മറ്റൊന്ന് വേറൊരു മനുഷ്യനുമായി തീർന്നു. ഒന്ന് ജന്തുവായി, ഒന്ന് വേട്ടക്കാരനായി മാറി, ഒന്ന് ഇരയായി തീർന്നു. ഈ വൈവിധ്യതയാണ് നാം ഇന്ന് ആധുനികത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശാഖകളും വേർതിരിഞ്ഞു, എല്ലാം ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ആയിട്ട് മാറി. ഇതാണ് നമ്മൾ സ്കോളർഷിപ്പ് എന്ന് പറയുവാനായിട്ട് പറയുന്നത്. കണ്ണിന് ഒരു ശാഖ, ചെവിക്ക് വേറൊരു ശാഖ, നെഞ്ചിനൊരു ശാഖ, നെഞ്ചിനകത്തുള്ള വാരിയലുകൾക്ക് ഒരു ശാഖ, വാരിയലുകൾക്കകത്തുള്ള ഹൃദയത്തിനൊരു ശാഖ, അങ്ങനെ ഓരോന്നിനും ഒരു ശാഖ. കണ്ണിനൊരു ശാഖ മാത്രമല്ല, കണ്ണിനകത്തെ കൃഷ്ണമണിക്ക് വേറൊരു ശാഖ. അങ്ങനെ എല്ലാം വേറെ ആയി കഴിഞ്ഞു. ഇവയെല്ലാം ഉപയോഗ്യതയുടെയും മുതലാളിയുടെയും വഴികൾ തിരഞ്ഞെടുത്ത് വളർന്നു. അങ്ങനെ വൻപിളർപ്പ് ഇവിടെ ഉണ്ടായ ആ വൻപിളർപ്പ്
പ്രകൃതിയും മനുഷ്യനും എന്നുള്ള വേർപ്പിലേക്ക് നീങ്ങി. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ അമരനായി തീർന്നു പ്രകൃതി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ചൂഷണം എന്നുള്ള വാക്ക് പോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രകൃതിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചൂഷണം എന്നുള്ള വാക്കിന് സ്വാഭാവികമായി കൊടുക്കുന്ന നിഷേധാത്മകമായ ധ്വനി പ്രകൃതിയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ ചൂഷണങ്ങൾ മറ്റു മേഖലകളിലെല്ലാം തെറ്റാണെന്ന് പറയുന്ന പല പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിലുള്ള ചൂഷണം തെറ്റാണെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കും പ്രകൃതിയുടെ ചൂഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ആ നിഷേധാത്മകമായ അപകടകരമായ വാക്ക് അതിൽ കാണുന്നില്ല. അതിൽ ചൂഷണം ചെയ്യുന്നതിൽ അപാകതയൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് ശ്രമിച്ചത്. ഈ വളർച്ചയിൽ ഈ കുഞ്ഞിന്റെ വളർച്ച പോലെ തന്നെയാണ് ഈ വേർതിരിവുകൾ ഏറെ അളവിലും ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിവായി നമ്മളോടൊപ്പം ഉണ്ടാവണം. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ഒരു പ്ലാറ്റ്ഫോം ഓഫ് സോഷ്യൽ മെറ്റനോമിയ, ഒരു നമ്മൾ നിൽക്കുന്ന നിലപാട് തറ എന്ന് പറയുന്നത് വിമർശനത്തിന്റെ ഒരു നിലപാട് തറയാണ്, ഒരു ആത്മവിമർശനത്തിന്റെ ഒരു നിലപാട് തറയാണ്. അവകാശവാദങ്ങളുടെ ആകരുത്, ആ അവകാശങ്ങളെ ന്യായീകരിക്കുവാൻ വേദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. തീർച്ചയായിട്ടും ഒരു ലെജിറ്റിമൈസേഷനായി അത് മാറും എന്നുള്ളതിനായി യാതൊരു സംശയമില്ല. ഇവിടെ നിന്ന് ഞാൻ ഈ യോനയുടെ പുസ്തകം വായിച്ചു. ഇതിലെ ഒരു പല ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ആ മൊഴിയും പലമൊഴിയും മാത്രമല്ല പ്രകൃതിയും ഇവിടെ നമുക്കുണ്ട്. തോമസ് അക്വീനാസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരം 2 ബാല്യങ്ങളായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് പ്രകൃതിയാണ്, മറ്റേത് മാത്രമാണ് വേദപുസ്തകം എന്നാണ് ഈ ആദ്യത്തെ കാതലിക് തിയോളജി എന്ന് പറയാവുന്ന അക്വീനാസ് പറയുന്നത്. ഒന്ന് പ്രകൃതിയാണ്, മറ്റേതാണ് വേദപുസ്തകം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ പ്രകൃതിക്കാണ് അദ്ദേഹം സ്ഥാനം കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് നമ്മുടെ ഒരു ചിന്താധാരയിൽ കേരളത്തിലെ ആധുനിക ക്രൈസ്തവ സമൂഹം സോളാ സ്ക്രിപ്ചർ അല്ലെങ്കിൽ സ്ക്രിപ്ചർ എല്ലോടുള്ള ചിന്താധാരയിലാണ് നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഈ സോളാ സ്ക്രിപ്ചർ എല്ലോ സ്ക്രിപ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയ അച്ചടിച്ച വരയിട്ട രീതികളെയാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകം എന്നുള്ളതിനെ ദൈവത്തിന്റെ വെളിപാട് എന്ന് കാണാതെ അച്ചടിച്ച ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകമായി മാത്രം നമ്മൾ ഒതുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവവചനം എന്ന് പറയുമ്പോൾ അത് മാത്രമാണോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം. ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദൈവശാസ്ത്രം വിടുമ്പോൾ വേദപഠനം നടത്തുമ്പോൾ ഇതിൽ മാത്രം കൃത്യമായ നമ്പറുകൾ, കൃത്യമായ എഴുതിയ കൃത്യമായ പുസ്തകങ്ങൾ, കൃത്യമായ അധ്യായങ്ങൾ, കൃത്യമായ വാക്കുകളെയാണോ വചനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അതാണോ? അതോ ദൈവത്തിന്റെ സ്നേഹം പ്രകൃതിയോട് പൂർണ്ണ രൂപത്തിൽ വഴി ഈ ലോകത്തിൽ വന്ന് പ്രകൃതിയിൽ ജീവിച്ച ദൈവം യേശുക്രിസ്തുവാണോ ദൈവവചനം എന്നുള്ളതും നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ആ യേശുക്രിസ്തുവാണോ ദൈവവചനം? അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിന്റെ എഴുതപ്പെട്ട രൂപത്തെ വില കുറച്ച് തന്നതല്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വേർതിരിവുകളും ആധുനിക ലോകം നമുക്ക് തന്ന ബോധ്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മളെ അപകടകരമായ മാനുഷിക കൺക്ലൂഷൻസിലേക്കും ഹേസ്റ്റി കൺക്ലൂഷൻസിലേക്കും കൊണ്ട് എത്തിക്കുന്നു എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ശ്രമിച്ചത്. ഇപ്പൊ യോനയുടെ പുസ്തകത്തെ തീർച്ചയായും പ്രകൃതിയിലെ ലിഖിതമായി ദൈവവചനമായി നമ്മൾ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ യോന ഏത് റോളാണ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൊതുവെ ഞങ്ങളൊക്കെ ദൈവശാസ്ത്രം പഠിച്ചപ്പോൾ മനുഷ്യന്റെ പ്രകൃതിയിലെ സ്ഥാനത്തിന് സ്റ്റുവാർഡ്ഷിപ്പ് എന്നുള്ള സ്ഥാനമാണ് അതിരുന്നത്. കാര്യവിചാരങ്ങൾ ഇപ്പോഴും മിക്കവാറും പുസ്തകങ്ങളൊക്കെ എങ്ങനെ കിടക്കുന്നത്? മനുഷ്യൻ പ്രകൃതിയിലെ കാര്യവിചാരങ്ങൾ നടത്തുന്ന ആളാണ് നടത്തുന്നത്. ഈ അടുത്ത സമയത്ത് പഠിപ്പിച്ചപ്പോഴുള്ള പുസ്തകത്തിൽ സ്റ്റുവാർഡ്ഷിപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. എന്നാൽ വാസ്തവത്തിൽ കാര്യവിചാരങ്ങൾ മാറുന്ന പ്രശ്നമാണ് എന്നത് വിളിച്ചിരിക്കുകയാണ്. കാര്യവിചാരങ്ങൾ എന്നുള്ള വാക്ക് തന്നെ ഒരു അസന്തുലിതാവസ്ഥയെ കുറിക്കുന്നു. കുറച്ച് പേർ കാര്യവിചാരകരാകാൻ കഴിവുള്ളവരും മറ്റുള്ളവർ കാര്യവിചാരകരല്ലാത്തവരുമാണെന്നുള്ള അസന്തുലിതാവസ്ഥയെ കുറിച്ചിരിക്കുന്നു. സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിധി വരെയെങ്കിലും അധികാരത്തിന്റെ ശ്രേണിയിൽ ഒരു അധികാരത്തെ കുറിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഭാവി മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധ്വനി അവിടെ ഉണ്ട്. യോനായും അത് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ചിലരൊക്കെ രക്ഷപ്പെടണം, ചിലരൊക്കെ നശിക്കണം. ആ ജോലിയാണ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് യോന ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയുടെ നിലനിൽപ്പും വളർച്ചയും ഒക്കെ മനുഷ്യന്റെ നല്ല മനസ്സിനെ ആശ്രയിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിയുടെ പേരുള്ള ആധിപത്യത്തിന്റെ ഒരു മറുപേരാണ് വാസ്തവത്തിൽ ഈ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. യോനായുടെ പുസ്തകത്തിൽ ആ നിലയിലുള്ള ഒരു നിലപാടിലാണ് യോന നിൽക്കുന്നത്. ഞാൻ നിശ്ചയിക്കും ആര് രക്ഷപ്പെടണം, ഞാൻ പ്രാർത്ഥിക്കും ആര് രക്ഷപ്പെടണം, ഞാൻ നിശ്ചയിക്കും ആരൊക്കെ എനിക്ക് സഹായമായി പ്രവർത്തിക്കണം, ഞാൻ നിശ്ചയിക്കും യാത്രകൾ എങ്ങനെ ആയിരിക്കണം എന്ന്, ഞാൻ നിശ്ചയിക്കും നിലവേക്കാർ നശിക്കണം എന്നുള്ളത്, ഞാൻ നിശ്ചയിക്കും യഹൂദന്മാർ മാത്രം രക്ഷപ്പെടണം എന്നുള്ളത്. ഇപ്രകാരമുള്ള അധികാരത്തിന്റെ അസന്തുലിതാവസ്ഥയുടെ അപകടം സ്റ്റുവാർഡ്ഷിപ്പിലുള്ള വാക്കിലുണ്ട് എന്ന് ഓർക്കണം. ഈ അടുത്ത കാലം വരെയും ആ വാക്കാണ് നമ്മുടെ വേറെ പഠന ഗ്രന്ഥങ്ങളിൽ കൂടുതലും കണ്ടിട്ടുള്ളത്. അതിന്റെ അപകടം മനസ്സിലാക്കണം. എന്നാൽ ഇതിന് വ്യത്യസ്തമായി കാണുവാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം കാണുവാനായി ഈ യോനായുടെ പുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നു. ദൈവത്തെ നമ്മൾ അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. We have to see God as a relational person. മനുഷ്യരുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇൻ കമ്മ്യൂണിയൻ, മനുഷ്യരുമായി നിരന്തരമായി സംസർഗത്തിലുള്ള ദൈവത്തെയാണ് യോനായുടെ പുസ്തകം കാണുന്നത്. മനുഷ്യബന്ധിയായ പ്രകൃതിബന്ധിയായ ദൈവബോധം നമുക്കുണ്ടാകണം. അതിൽ ഒരാൾ മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ് മനുഷ്യനെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നോൺ ഹ്യൂമൻ ഏജൻസീസ് ഉണ്ട്. മനുഷ്യരല്ലാത്ത ധാരാളം നിർവാഹക ഘടകങ്ങളുണ്ട്. മനുഷ്യരല്ലാത്ത നിർവാഹക ഘടകങ്ങളാണ് കരയും കടലും കാറ്റും പുഴുവും ആവണക്കും കിഴക്കൻ കാറ്റും കുടിലും നിലവിലെ മൃഗങ്ങളും എല്ലാം. So agency of the non-human characters. മാനുഷികേതര പങ്കാളികളുടെ നിർവാഹക പ്രാധാന്യം മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമം യോനായുടെ പുസ്തകമായിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകും. പരമ്പരാഗതമായി മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ വളർന്നാണ് മോണാർക്കായിട്ട് മാറുന്നത്, മനുഷ്യൻ വളർന്നാണ് ചക്രവർത്തിയായിട്ട് മാറുന്നത്, മനുഷ്യൻ അതിശക്തനാണ് എന്ന് എല്ലായിടത്തും നമുക്ക് കാണാം. പക്ഷെ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. ദൈവം അതിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. മോണാർക്കുകൾക്കെതിരായിരുന്ന ദൈവം, ഇസ്രായേലിലെ ഫറവോനെതിരായിരുന്ന ദൈവം, എന്നാൽ അടിമകളുടെ കൂടെ ആയിരുന്ന ദൈവം. ഒരു മനുഷ്യൻ വളർന്നു പറഞ്ഞ ആദ്യം സ്റ്റുവാർഡാകും, പിന്നെ ഒരു മിനിസ്റ്റർ ആകും, പിന്നെ ഒരു കിങ് ആകും, പിന്നെ ഒരു മൊണാർക്ക് ആകും, പിന്നെ അദ്ദേഹം എംപയർ തന്നെ സ്ഥാപിക്കും. അതിന്റെ ഒരു പ്രതിധ്വനിയാണ് പ്രകൃതി പൊതുവെ കാണുന്നതെന്ന് പറയുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനതയുടെ യാത്രയിൽ ദൈവമൊക്കെ അനുഗ്രഹിക്കുകയും അവർ ദൈവത്തെ അനുഭവിക്കുകയും ചെയ്തത് മന്ന, കാടപ്പക്ഷി, മേഘം, അഗ്നിചൂട്, വെള്ളം, വേനൽ, ഇങ്ങനെയൊക്കെയുള്ള മരുഭൂമിയുടെ ചില സൂക്ഷ്മ അനുഭവങ്ങളിലൂടെ ആയിരുന്നു. ഈ സൂക്ഷ്മാനുഭവങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തെയാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും നാശത്തിന്റെ ഒരു പുസ്തകമായിട്ടാണ് ഒക്കെ പ്രസംഗിക്കാനായിട്ടാണ് നമുക്ക് എളുപ്പം. നമ്മുടെ ഈ ഉൽപ്പിറ്റുകളിൽ ഈ നാശത്തെ പറ്റി പ്രസംഗിക്കുന്ന കുറച്ചുകൂടി എളുപ്പമാണ്. എല്ലാം തകർന്നു പോകും, എല്ലാം പോകണം. എന്നാൽ നമ്മൾ അതേസമയം അതിനോട് യാതൊരു നീതി പുലർത്താത്ത ഒരു ജീവിത രീതി, ഒരു 250 വർഷം ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിലുള്ള സമ്പാദന ശീലം, വാഹന താല്പര്യവും സമ്പാദന താല്പര്യവും, ഓരോ ധനകാര്യ സ്ഥാപനത്തിന്റെയും പലിശ നിരക്കുകൾ എല്ലാ ദിവസവും കണക്കുകൂട്ടുകയും നാളെ ഇതെല്ലാം നശിക്കുകയും പറയുന്ന ഇത്തരം വലിയ കപട ആത്മീയതയുടെ ആളുകളായി ഞാനും നിങ്ങളെ മധ്യകാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർപ്ലസ് അക്കറൻസസ് മസ്കുറേഡിംഗ് ആസ് പ്രയർ, വളരെയധികം അങ്ങനെയുള്ള ഒരുതരം കപട ആത്മീയതയാണ് ജീവിക്കുന്നത്. വെളിപാട് പുസ്തകത്തില് എല്ലാം തകർന്നു പോകും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മനുഷ്യനെ തകർക്കുന്ന ഈ റോമൻ ആധിപത്യം ഇല്ലാതാകും എന്നല്ലേ ദൈവം കൂടെ പറയുന്നത്. മനുഷ്യനെ തകർക്കുന്ന ഈ വലിയ ജീവികളും, മനുഷ്യനെ തകർക്കുന്ന ഈ ബാബിലോൺ എന്ന് വിളിക്കപ്പെടുന്ന റോമൻ അധികാരവും, മനുഷ്യനെ തകർക്കുന്ന നീറോയും ചക്രവർത്തിമാരും എല്ലാം ഇല്ലാതാകുന്ന ദൈവജനവും, സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിനെ ആരാധിക്കുന്ന പാവപ്പെട്ട ഒന്നുമില്ലാത്ത വിശ്വാസികൾ, പീഡനം അനുഭവിക്കുന്ന വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടുമെന്നല്ലേ വാസിക്കുന്ന ഒരുപാട് പുസ്തകം പറയുന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഭൂമിയെ ഇല്ലാതാക്കുന്നവരെ ഇല്ലാതാക്കുവാനായിട്ടാണ് വെളിപാട്
ഒരുപാട് പുസ്തകത്തിൽ കുഞ്ഞാടി മുതൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് റോള്? കേവലം ന്യൂസ് സ്പെക്ടേറ്റേഴ്സ് ആണോ? ഭൂമിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സംരക്ഷിക്കണം. അത് ദൈവത്തോടൊപ്പം മറ്റ് മനുഷ്യരുടെ ജീവജാലങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന നല്ല ശമരിക്കാരന്റെ ഒരു റോള് തീർച്ചയായും നമുക്കുണ്ട്. വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന നല്ല ശമരിക്കാരന്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതൊരു റെസ്പോൺസിബിൾ സെർവന്റിന്റെ ഉത്തരവാദിത്വമാണ്, ഒരു മാസ്റ്ററുടെ ഉത്തരവാദിത്വമല്ല. സോ വി ആർ ക്രിയേറ്റഡ് ആസ് co-creators. ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കൂട്ടുവേലക്കാരും ദൈവത്തിന്റെ ഭവനക്കാരുമായി പ്രവർത്തിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് ഈ നോൺ ഹ്യൂമൻ ഏജൻസിക്ക് അപ്പുറമായി നമ്മളെ നിർവചിക്കുന്നത് ഈ പറഞ്ഞ അതീശത്വത്തിന്റെ ശ്രേണിയിൽ ഉയർന്ന ഭാവങ്ങൾ സാംശീകരിക്കുവാനുള്ള പരീക്ഷണത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് പറയാനായിട്ടാണ് ഇവിടെ നാം ശ്രമിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്, കടലിൽ യോനായി കരുതിയ പോലെ അടിയാർക്ക് ഉത്തരവരണമേ, മകനോനടച്ച ധൂപം പോൽ പ്രാർത്ഥന സ്വീകരിക്കണമേ, നിനവറിയാതെ അതുപോലെ നിങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കൂടെ ഈ നമ്മുടെ ആരാധനയിൽ യോനയും നിലവക്കാരും ഒക്കെ സ്ഥാനം പിടിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ യോനയുടെ കടലിലെ പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ ഒരു തിമിംഗലത്തിന്റെ ഉദരമാണ് നമ്മുടെ പ്രതീകാത്മകമായി നമ്മൾ കാണുന്നത്. അവിടെ തീർച്ചയായും അതൊരു സാങ്ച്വറിയായി അത് രൂപപ്പെടുകയാണ്. ദൈവത്തിന്റെ ദീർഘക്ഷമയും യോന റെക്കഗ്നൈസ് ചെയ്യുന്നത് യഹൂദ ന്യായപ്രമാണം അനുസരിച്ചുള്ള ദീർഘജീവിതം, അതോടൊപ്പം തന്നെ പ്രസംഗിക്കുവാനായി തനിക്ക് ലഭിച്ച നിയോഗം, അതോടൊപ്പം തന്നെ തന്റെ യാത്രകൾ പാരമ്പര്യം എന്നിവയ്ക്കപ്പുറമായി മഹാമത്സ്യത്തിന്റെ ഉദരത്തെ ഒരു ആരാധനാലയമായി ദൈവതമ്പുരാൻ ഈ കഥയിൽ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മഹാമത്സ്യത്തിന്റെ ഉദരം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാങ്ച്വറി. അവിടെ എന്തെല്ലാമാണ് യോന പറയുന്നത്? മനോഹരമായി ദൈവത്തിന്റെ മഹാദയെ റെക്കഗ്നൈസ് ചെയ്യുക. ഈ സാങ്ച്വറിയിലെ പ്രാർത്ഥനയോടും ഉപസാരത്തോടും കൂടി തന്റെ വഴി പുനർനിർണയിക്കുവാനായിട്ട് യോന തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ വഴി, തന്റെ ഗതി പുനർനിർണയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മതബോധങ്ങളാണ് നമ്മുടെ മനോഭാവങ്ങളെ നിർണ്ണയിക്കുന്നത്. ഈ യോനയുടെ മതബോധം എന്ന് പറയുന്നത് ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതായിരുന്നു. എന്നാൽ സമുദ്രത്തിന്റെ ഉള്ളിൽ, മത്സ്യത്തിന്റെ ഉള്ളിലുള്ള ഈ ദേവാലയത്തിലെ കുമ്പസാരത്തോടുകൂടി ഒരു പുനർക്രമീകരണം തന്റെ ജീവിതത്തെ കുറിച്ച് ചെയ്യുവാനായിട്ട് യോനയ്ക്ക് സാധിക്കുകയാണ്. നിന്നവേക്കാൾ നാശത്തിനല്ല രക്ഷയ്ക്കാണ് യോഗ്യർ എന്നുള്ള റിപ്പന്റൻസ് ശരിയായി ഇവിടെ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഈ എപ്പോഴും പറയുവാൻ ശ്രമിക്കുന്നതും ദൈവത്തിന്റെ സമൃദ്ധിയെ പറ്റിയുള്ള ഒരു പഠനമാണ്. ദൈവത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് കേവലം കുറച്ചു പേര് മാത്രമാണ്, എല്ലാവരും ഉൾപ്പെടുന്ന ഈ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സ്. ഇപ്പോഴും ആളൊക്കെ പറയുമ്പോൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഈ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെർമനോട്ടിക്കൽ ടൂൾസ് അവരൊക്കെയാണ് പറയുന്നത്. ഈ വ്യാഖ്യാന ധാതുക്കളായിട്ട് എടുക്കാൻ പറ്റുന്നത് അവരൊക്കെയാണ്. ഈവൻ യോനയുടെ കോപം പോലും ഒരു anger of Jonah is also a hermeneutical tool. യോനയുടെ ദേഷ്യം തന്നെ ഇനി വരും കാലങ്ങളിലേക്ക് പഠിക്കാൻ പറ്റിയ ഒരു വ്യാഖ്യാന ധാതുവാണ്. ഒരു വ്യാഖ്യാന ഉപകരണമാണ് ഈ കോപം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ രക്ഷിക്കുമ്പോൾ ദൈവത്തോടുള്ള കോപം ഒരു ആവറേജ് സ്വീകാര്യന്റെ മനസ്സിന്റെ ശീലമാണ്. മറ്റുള്ളവർ നന്നാണെന്ന് പറ്റി നിർത്തുന്നുണ്ട്. ഞങ്ങൾ നന്നാണ്, ഞങ്ങളുടെ മതിൽ, ഞങ്ങളുടെ പട്ടി, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വണ്ടി, അതിന്റെ സുരക്ഷിതത്വം എന്നുള്ളതിനപ്പുറം ഒരു ചിന്ത പലപ്പോഴും നമുക്കില്ല. എന്നാൽ അതിനോടുള്ള ദൈവത്തിന്റെ കോപം തന്നെ നമ്മുടെ അടുത്ത ഒരു 20 വർഷത്തേക്കുള്ള ഒരു ഹെർമനോട്ടിക്കൽ ടൂളാണോ എന്നാണ് എനിക്ക് ഈ ഭാഗത്ത് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനത്തിന്റെ ഒരു തത്വമായി നമുക്ക് അതിനെ വാസ്തവത്തിൽ ഉപയോഗിക്കും. അതുകൊണ്ട് ഇവിടെ യോനായുടെ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഒരു റിപ്പന്റൻസ് യോനായ്ക്ക് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ മത്സ്യത്തിന്റെ ഉദരത്തെ അതുകൊണ്ട് ഒരു സാങ്ച്വറിയായി നമുക്ക് കാണാം. ഇവിടെ മത്സ്യത്തിന് ഒരു നേർക്കൈയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പോകരുത്. മത്സ്യം ഇവിടെ ഡോമിനേറ്റ് ചെയ്യുക. സൃഷ്ടിയുടെ ചങ്ങലയിൽ ഒരു കണ്ണി മാത്രമാണ് മനുഷ്യൻ എന്ന് യോന തിരിച്ചറിയുകയാണ്. ചിലതൊക്കെ ഇവരെ പ്രകൃതി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം പരിണാമത്തിന്റെ ശൃംഖലയിൽ അധികം ഉന്നത സ്ഥാനം അവകാശപ്പെടുന്ന മനുഷ്യൻ
സൃഷ്ടിക്ക് അഗോചരമായ ഒരു വൈറസിനെ ഭയന്ന് 2 വർഷം വീട്ടിനകത്ത് കതുമുട്ടിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില മേൽക്കൈ സൃഷ്ടിക്കുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യാഹങ്കാരത്തിനെതിരെയുള്ള ഒരു കലഹമാണ് ഈ സമുദ്രം. മനുഷ്യാഹങ്കാരത്തിനെതിരെയുള്ള കലഹമാണ് ഈ തിമിംഗലത്തിന്റെ വായിലെ പ്രാർത്ഥന. മനുഷ്യാഹങ്കാരത്തിനെതിരെയുള്ള ഒരു തിരിച്ചറിവാണ് ഈ മത്സ്യത്തിന്റെ മേൽക്കൈ എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒളിച്ചിരിക്കേണ്ടിടത്ത് ചിലപ്പോൾ ഒളിച്ചിരിക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ അൺമാസ്കിംഗ് ആന്ത്രോളജിക്കൽ ബയസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മനുഷ്യ കേന്ദ്രീകൃതമായ താല്പര്യത്തിന്റെ ഇതിനെ അനാവരണം ചെയ്യുന്ന ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ഈ മത്സ്യം ഇവിടെ ചെയ്യുന്നത്. ഞാനാണ് സംഘടനയിലെ ഏറ്റവും മിടുക്കനെന്നുള്ള അവകാശവാദങ്ങളെ അനാവരണം ചെയ്ത് നഗ്നമാക്കുകയാണ് വാസ്തവത്തിൽ യോനായെ മനുഷ്യനെയും യോന പ്രതികരിക്കുന്ന മനുഷ്യ സമൂഹത്തെയും. ഇന്നും വാസ്തവത്തിൽ ഇത് ഗൗരവമായി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറുവശത്തിൽ കൊടുക്കാനുണ്ടായത് മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ഫലമായിട്ടാണെന്നാണ് പ്രവാചക പുസ്തകം പറയുന്നത്. കൊടുക്കാനുണ്ടായത് തന്നെ അനുസരണക്കേടിന്റെ ഫലമാണ്. ഒരിടത്തേക്ക് പോകുവാൻ പറഞ്ഞു, അത് രക്ഷയുടെ ഒരു യാത്രയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒളിച്ച് മറ്റുള്ളവർ രക്ഷപ്പെടേണ്ട, ശിക്ഷിക്കപ്പെടണമെന്നുള്ള അനുസരണക്കേടിന്റെ ഫലമായിട്ടാണ് കൊടുക്കാനുണ്ടായത് യോന സമുദ്രത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ ഉദരത്തിൽ എത്തിയത്. അതുകൊണ്ട് ഈ പാട്ട് നമ്മൾ പാടുമ്പോഴൊക്കെ കടലിൽ യോനായി കരടിയെ പോലെ അടിയാറുമെന്ന് നമ്മളെല്ലാം പാടുന്നു. നിലവിൽ എന്നപോലെ ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞവരാണ്. അത് കൃത്യമായി ഒന്ന് നമ്മൾ നോക്കുകയും ആ സമയത്ത് അനുതാപത്തെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇനിയും നമ്മുടെ ഈ ഒരു മുന്നോട്ടുള്ള ഗമനത്തിൽ യോനായുടെ കോപവും ദൈവത്തിന്റെ കോപവും ഈ നാളുകളിൽ നമ്മുടെ വ്യാഖ്യാനത്തിന്റെ കേന്ദ്രമായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ വെച്ച് യോനായും ദൈവവും തമ്മിൽ റെക്കൺസിലിയേഷൻ നടക്കുകയാണ്. വിതരത്തിൽ വെച്ച് വാസ്തവത്തിൽ സാങ്ച്വറിയില്ലാതാണ് നടക്കേണ്ടത്. റെക്കൺസിലിയേഷൻ നടക്കുകയാണെങ്കിലും യോനായ്ക്ക് പൂർണ്ണമായ മാനസാന്തരം ഇന്നും ഉണ്ടാകണം. വീണ്ടും ഒരു റീകണക്റ്റഡ്നെസ്സിൽ കൂടെയാണ് ഒരു മാനസാന്തരം ഉണ്ടാകുന്നത്. പുതിയ ദിശാബോധം ഉണ്ടാകുകയും യോന പ്രാർത്ഥിക്കുകയും ചെയ്യും. രക്ഷ ദൈവത്തിന്റെ മക്കളിൽ നിന്ന് വരുന്നത് യോന 2-ാം അധ്യായത്തിൽ പറയുന്നു. എങ്കിൽ പോലും പൂർണ്ണമായി ഇവാഞ്ചലൈസർ വാസ് നോട്ട് പ്രോപ്പർലി ഇവാഞ്ചലൈസ്ഡ്. അപ്പോൾ മാനസാന്തരപ്പെടാത്ത പ്രസംഗകരായിരുന്നു. പിന്നീടാണ് നമ്മൾ കൂടുതൽ നോൺ ഹ്യൂമൻ ഏജൻസീസിനെ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഈ ഭാഗം ഞാൻ വായിച്ചത് ഇവിടെ ഒരു പ്രകൃതിയിലൂടെയുള്ള കാര്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ കാര്യമായി ദൈവം സംസാരിക്കണം. ദൈവം യോനായോട് പ്രത്യേകിച്ച് പറയുന്നില്ല. മറിച്ച് യോനായ്ക്കൊരു ആവണക്ക ചെടി ലഭിക്കുന്നു. ഇതുവരെ നേരിട്ടായിരുന്നു നിങ്ങൾ സംസാരിച്ചത്. ആവണക്ക് ഇല്ലാതാക്കുവാനായ ഒരു പുഴു അവതരിക്കുന്നു. പുഴു വന്ന ആവണക്ക് ഇല്ലാതാക്കും. അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടത് ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. മലയാളം ദേശത്തിൽ മാത്രമേ ആവണക്ക് നടക്കുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് വഴി പലർക്കും നോക്കിയിട്ട് ചിലതിനകത്തൊക്കെ പ്ലാന്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മലയാളമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് കൃത്യമായി അതിന്റെ മൂലഭാഷയിൽ നിന്ന് ആവണക്ക് എഴുതിയിട്ടുണ്ട്. ആവണക്ക് പറയുന്ന ഇൻസിഗ്നിഫിക്കന്റ് ആയ ഒരു ചെടി, പുഴു എന്ന് പറയുന്ന എല്ലാവരും നിർത്തുന്ന ചൊറിച്ചിലുണ്ടാകുന്ന ഒരു ഒരു സാധനം, അതിനെയൊക്കെ ഇവിടെ വളരെ പ്രധാനമായിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. നോൺ ഹ്യൂമൻ ഏജൻസീസിനെ പറ്റിയുള്ള കൃത്യമായ സംവേദനം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന, ഞാൻ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളല്ല, അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ ഈ പുല്ല് എന്നുള്ള വാക്കുകളിൽ വാസ്തവത്തിൽ 80% ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാകുന്ന പുല്ലിൽ നിന്നാണ്. എന്നാൽ നമുക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ആളുകളൊക്കെ മുള ഉൾപ്പെടെയുള്ള എല്ലാ ഘടകങ്ങളും ഈ പുല്ലിൽ പെട്ടതാണ്. അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു മൃഗമാണ് പട്ടി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു നാടിനത്രയും ലോകത്ത് വരെ ആർക്കും സ്നേഹമില്ല. എങ്കിൽ പോലും നമ്മൾ ദേഷ്യം വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർ
കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ ചിന്തയാണ് പട്ടി എന്ന് പറയുന്നത്. അല്ലാതെ അവരവരുടെ ബ്രെയിൻ അനുസരിച്ച്, അവരവരുടെ അറിവനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് അവർ പലതും പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയും ഇത് നമ്മൾ ഈ പ്രകൃതിയെ ഈ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ 2-3 പുല്ല് ആദ്യമായ കാര്യങ്ങൾക്ക് എത്രത്തോളം ഒരു കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. തലയ്ക്ക് തണലായിരിക്കേണ്ടത് പോകുമ്പോൾ ഉണ്ടാകുന്ന യോനയുടെ കോപം എത്ര വലിയ കോപമാണ്. ആ കോപം ഒരു കൃത്യമായ ഭാവിയിലേക്കുള്ള ഒരു വ്യാഖ്യാനത്തിന്റെ പ്ലാറ്റ്ഫോമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വ്യാഖ്യാനം ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു പാഠമാണ്. ഒരു ഇപ്രകാരമുള്ള ചെറിയൊരു മുഴുവിന്റെ മുത്തൽ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന മാറ്റം നമുക്കറിയാം. എന്തുമാത്രമാണ് ഇനി മുന്നോട്ടുള്ള ഗമനത്തിൽ കോഎക്സിസ്റ്റൻസ് ആവശ്യമാണ് എന്ന് ഈ വേദഭാഗങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ അടുത്തതായി വീണ്ടും ഒരു റിക്കൺസിലിയേഷൻ ഉണ്ടാകുന്നതാണ്. പ്രകൃതിയുമായുള്ള റിക്കൺസിലിയേഷനാണ്. ദൈവവുമായി ഉണ്ടാകുന്നതിന് ശേഷം പ്രകൃതിയുമായി മറ്റൊരു സാങ്ച്വറി ആവണക്കിന്റെ ചുവട്ടിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ആവണക്കിന്റെ ചുവട്ടിലുള്ള തിരിച്ചറിവ് ദൈവാനുമായി മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നിലവിലെ ജനങ്ങളും അവിടുത്തെ വൃക്ഷങ്ങളും മൃഗങ്ങളും പ്രധാനമാണ് പറയുന്നത്. സ്വയത്തിനപ്പുറമായ ഒരു ബന്ധം, ഒരു വീണ്ടെടുപ്പുണ്ടാകും. അതുകൊണ്ടാണ് സോഷ്യൽ മെറ്റനോയുടെ ഭാഗമാണ് റിപ്പൻഡൻസ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ തിരിച്ചറിയാവുന്ന ദയയെ പറ്റി യോനയ്ക്ക് മനസ്സിലായി. എന്നാൽ ദൈവത്തിന്റെ ദയ എന്ന് പറയുന്ന മനുഷ്യരിലേക്ക് മാത്രമല്ല പ്രകൃതിയിലേക്കും ഉണ്ട് എന്ന ഒരു വലിയ തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകുന്നത്. യോന ഒത്തിരി കഷ്ടപ്പെട്ടില്ല, എന്നാൽ ദൈവം ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ വീണ്ടെടുപ്പാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ പ്രകൃതിയുടെ വീണ്ടെടുപ്പാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം കൂടെ ഉണ്ട്. എക്കോളജി ഒരു മിഡിൽ ക്ലാസ് റൊമാൻസ് ആയിട്ട് മാറാൻ പാടില്ല. പട്ടിയെ വളർത്തുന്നതും ചെടി വളർത്തുന്നതും ഇന്നൊരു മിഡിൽ ക്ലാസ് റൊമാൻസ് ആണ്. ഇതിനപ്പുറമായിട്ടൊരു കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൊടുക്കുന്നത്. മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു പക്ഷപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഈ പുസ്തകം അനാവരണം ചെയ്യും. സജീവ കർമ്മശേഷിയുള്ളവരായ മുഴുവൻ ആവണം കാറ്റും കടലും മാറുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നു, നിനക്ക് ഈ ചെടിയെ പറ്റി ഇത്രയും ആത്മചിന്തയുണ്ടെങ്കിൽ ഈ ജനങ്ങളെ പറ്റിയും ഇവിടുത്തെ മൃഗങ്ങളെ പറ്റിയും എനിക്ക് ആത്മചിന്തയുണ്ട് എന്ന് തിരിച്ചറിയുന്നു. അപ്പൊ അതുകൊണ്ട് സ്ഥലമായിട്ട് പറയാനുള്ള അവരും ദൈവത്തിന്റെ ഏജൻസായിട്ട് മാറുകയാണ്. ലോർഡ് വാല്യൂസ് നോൺ ഹ്യൂമൻ ക്രീച്ചേഴ്സ് as active agents in the divine plan of God. അതുകൊണ്ട് ഈ വേദഭാഗത്തിന്റെ ഒരു റെവലേറ്ററി പൊട്ടൻഷ്യൽ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ആ വെളിപാട് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. ഈ വേർതിരിവുകൾ ആദ്യ അനുഭവങ്ങളെ പഠിപ്പിച്ച വേർതിരിവുകളുടെ അപകടവും കൂടെ നമുക്ക് തിരിച്ചറിയാൻ അപരിഹാര്യമായ വിളപ്പുകളാണ് ആധുനികരെ നമ്മളെ പഠിപ്പിച്ചത്. അറിയുന്ന ഞാനും അറിയപ്പെടുന്ന വസ്തു, അറിയുന്ന ഞാനും അറിയപ്പെടുന്ന വസ്തു അതൊരു വേർതിരിവാണ്. നോക്കുന്ന പടിഞ്ഞാറും കാണപ്പെടുന്ന കിഴക്കും, നോക്കുന്ന പടിഞ്ഞാറും കാണപ്പെടുന്ന കിഴക്കും, ആത്മീയവും ശരീരവും സത്തയും പ്രതിഭാസവും എല്ലാം വേർതിരിവുകളാണ്. സംസ്കൃതി, പ്രകൃതി, കൾച്ചർ, നേച്ചർ, വസ്തു, ഭാവന ഇതെല്ലാം വേറെ വേർതിരിച്ചു. ഇതിന്റെ ആന്തരിക യുക്തിയാൽ എല്ലാ ഡിസിപ്ലിൻസും പറഞ്ഞു ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. അതായത് ഓരോ ഡിസിപ്ലിൻസും ശാസ്ത്രശാഖകൾ അവരുടെ ആന്തരിക യുക്തികളാൽ അവരെ തന്നെ പൂർണ്ണമാക്കി പ്രതിഷ്ഠിച്ചു. അപ്പൊ ഇങ്ങനെ വിപരീത ദിശകളിലേക്ക് ചെറിയ ഈ പ്രതിഭാസങ്ങളാണ് ഇന്ന് നമ്മളെ നയിക്കുന്ന ഒരു നമ്മുടെ ചിന്താധാരകൾ. അത് നമ്മൾ തിരിച്ചറിയാം. ഇത് വ്യത്യസ്തമായി ഇതിനകത്ത് പല തിയറീസും ഇന്നിപ്പോ ഉണ്ടാകുന്നുണ്ട്. അടുത്ത സമയത്ത് വായിച്ച ഒരു ആക്ടർ നെറ്റ്വർക്ക് തിയറി എന്ന് പറഞ്ഞൊരു കാര്യത്തെ പറ്റി അവിടെ ഈ ബ്രൂണോ ലാർദോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകൻ ഈ ആക്റ്റീവ് ഏജൻസി ഓഫ് ദ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ പറ്റി ഗൗരവമായി അദ്ദേഹം കാണുകയും പഠിക്കുകയും വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ ഗൗരവമായി എടുക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്നു. യോനയുടെ പുസ്തകത്തിൽ നിന്ന് കുറെ ചിന്തകൾ ഞാൻ
കാർബൺ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാനധികം പറഞ്ഞില്ല. എനിക്കതിനെപ്പറ്റി അധികം അറിയില്ല. വേദപരമായതുകൊണ്ട് വേറെ ഭാഗങ്ങളിൽ നിന്ന് പറയുവാനായി ഞാൻ ശ്രമിച്ചതാണ്. ഞാൻ അതിനൊരു ഒരു അനുതാപത്തിന്റെ ഒരു തട്ടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ നാളുകളിൽ ജീവിക്കുവാൻ. ന്യായീകരണത്തിന്റെയും അവകാശവാദങ്ങളുടെയും തട്ടുകളിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ ഒരാളുടെ പുസ്തകത്തിലെ ചില ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി പക്ഷേ യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ള തിരിച്ചറിവ് യോനായ്ക്ക് ലഭിച്ചത് ഒരു നോൺ ഹ്യൂമൻ ഏജൻസിയുടെ ഉദരത്തിലെ ദേവാലയത്തിൽ നിന്നുള്ളതാണ് ലഭിച്ചത്. അതുകൊണ്ട് തീർച്ചയായും മുന്നോട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഒരു സോഷ്യൽ മെറ്റനോമിയാകട്ടെ, അതോടൊപ്പം തന്നെ യോനായുടെ കോപവും ദൈവത്തിന്റെ കോപവും നമ്മുടെ ഒരു ഹെർമനോട്ടിക്കൽ ഒരു കമ്പൽഷനായി നമ്മൾ കിടക്കട്ടെ. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഈ ചെറിയ കുറച്ച് കാര്യങ്ങൾ പങ്കിടാൻ എനിക്ക് ഇടയായി. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പരിധിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ശ്രദ്ധയോട് കേട്ട നിങ്ങളോട് വളരെ സന്തോഷം.